സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഇന്ന് മലയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് അകമലയിലാണുള്ളത്. കെട്ടുനിറയാണ്. മേഘയൊക്കെ ഉറക്കം വന്നിട്ട് മേഘയുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. ഇപ്പോൾ കെട്ടുനിറയ്ക്കുള്ളത് ഇനി എന്തൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് കെട്ടുനിറയ്ക്കാൻ. ചെയ്യുന്നതിനും കാണാം. അപ്പോൾ ഇരുമ്പടി കെട്ട് കെട്ടാൻ ഒരാൾക്ക് 600 രൂപയാണ്. ഞങ്ങൾ 2 പേരുടെ 1200 രൂപ. ബേട്ട നമ്മുടെ കാല് പിടിക്കും. അമ്മമ്മടി രണ്ടാളുടെ തേങ്ങ എടുക്കാനാണ് ഇപ്പൊ കത്തിക്ക് ചെയ്യുന്നത്. സ്വാമി അപ്പോൾ കെട്ടുനിറ കഴിഞ്ഞു. നമ്മളിനി നേരെ ഭക്ഷണം കഴിച്ച് നേരെ അവിടേക്ക് പോകും. ഇവരൊക്കെ ബസ് കയറി നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ. എന്നിട്ട് പറയും ഇങ്ങനെ മലയ്ക്ക് വെച്ച് വരാം. മലയ്ക്ക് വന്നിട്ട് റേഡിയോയിലേക്ക് കാണാം. അപ്പോൾ പത്മനാഭം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവരുടെ ബസ് കയറ്റിയിടാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ. അവിടെ ഒരു കുറുക്കൻ ചത്തെടുക്കുന്നുണ്ട്. കണ്ടോ? കുറുക്കൻ ചത്തെടുക്കല്ല, കുറുക്കൻ വണ്ടി അടിച്ചിട്ട് ബാക്കാലെ ഒടിഞ്ഞ് വെക്കുകയാണ്. അകമല ഫോറസ്റ്റിലേക്ക് വിളിച്ചു, പക്ഷെ അവർ ഫോൺ വിളിച്ചെടുക്കണില്ല. അതാണ് മെയിൻ ഈ പ്രശ്നം. ചേട്ടൻ നോക്കണ്ട്. അവിടെ കയറി പോകുന്നുണ്ട് അങ്ങോട്ട്. ആളെ വിളിച്ച് പറയുന്നുണ്ട്. ബസ് കയറ്റി വിട്ടു. നമുക്കങ്ങനെ പോവാം. അച്ചവടൊക്കെ ഉണ്ട്. ഇപ്പോൾ അവരുടെ കുറുക്കൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അകമല ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ ഹൈവേയിൽ കയറി. ഇനി ഒരു 3-4 മണിക്കൂറുണ്ടെങ്കിൽ എരുമേലിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ എരുമേലി എത്തിക്കഴിഞ്ഞു. എന്താ ബാബർ സ്വാമിയുടെ പള്ളി. ഇവിടെ കുറേ സ്വാമിമാർ പേട്ട തുള്ളിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
കാറൊക്കെ പാർക്ക് ചെയ്ത് പുറത്ത് കയറുമ്പോഴുള്ള പേട്ടത്തുള്ളി സ്വാമിമാർ കുറേ പോകുന്നുണ്ട്. സ്വാമി ശരണം. ഇതാണിപ്പോൾ എരുമേലി ക്ഷേത്രം. ഇതാണ് എരുമേലി ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെന്നാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ കേട്ടത്. പേട്ടത്തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുളിക്കാനുള്ള പുഴയുണ്ട് കേട്ടോ. പുഴയുണ്ട്, പിന്നെ ഷവറുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഷവറിലാണ് കുളിക്കണത്. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് പിന്നെ തൊഴുത് അങ്ങനെ നേരെ പോയി ആ ഒരു സ്വാമീൻ്റെ അവിടെ പോയി തൊഴുത് അങ്ങനെ വരും. ഈ ചെണ്ടയൊക്കെ എന്തിനാ പറഞ്ഞാൽ ഈ പേട്ട തുള്ളാൻ വേണ്ടിയിട്ടുള്ള മേളം കാര്യങ്ങളൊക്കെയാണ്. അത് ഈ പേട്ട തുള്ളിയിട്ട് നേരെ അമ്പലത്തേക്ക് പോകണം, കന്നിസ്വാമിമാരൊക്കെ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അതാണ് വാവൂർ പള്ളി. അവിടെ പോയിട്ട് ഉള്ളിൽ പോയിട്ട് മൊത്തം കാണാനുള്ളതുണ്ട്. പുറത്തു കൂടെ അങ്ങനെ ഒരു വലം വെച്ചിട്ട് അങ്ങനെ വരാം, അത്രയേ ഉള്ളൂ. എരുമേലി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ തന്നെ ഫോട്ടോ പ്രിൻ്റ് കിട്ടും. 100 രൂപ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫോട്ടോ ഫ്രെയിം കിട്ടും. അപ്പോൾ എരുമേലി അമ്പലമൊക്കെ തൊഴുത് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എരുമേലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകണം പമ്പയ്ക്കാണ്. പമ്പയിൽ നിന്ന് പോയി എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ ഏകദേശം 2 മണിയാവാനായി. ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും പമ്പ കയറുന്നതാണ്. നോക്കാം നമുക്ക് എന്തായാലും. അച്ഛനെ കണ്ട് വെള്ളത്തിൽ നടക്കാൻ വയ്യ, ഫുൾ കല്ലവിടെ. ഓക്കെ, ശരണമയ്യപ്പ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ചക്കുപാലം പറഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്കിങ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് എല്ലാം സെറ്റായി. പമ്പ തൊട്ടപ്പുറം തന്നെ 500 മീറ്റർ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പമ്പയ്ക്ക് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ബൈക്കിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും പമ്പയിൽ എത്തിയിട്ട് എന്തെങ്കിലും കാണാം. അപ്പോൾ നമ്മൾ പമ്പയിലെത്തിക്കഴിഞ്ഞു. പമ്പയിലെത്തിയപ്പോൾ മഴച്ചേട്ടുണ്ട്. മഴച്ചേട്ടതാ വരട്ടെ. മഴച്ചേട്ടതാ വരുന്നു. മഴച്ചേട്ടനെത്തി. കുളിച്ച് കുട്ടപ്പനായല്ലോ. സുഖാണ്. പമ്പല്ലേ അല്ലേ? വിഗ്രഹം. അപ്പോൾ ഇതാണ് ഗണപതി കോവിലേക്കുള്ള വഴി. നല്ല തിരക്കുണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല. അപ്പോൾ ഇതാണ് പമ്പ നദി. എല്ലാ സ്വാമിമാരും ഇങ്ങോട്ട് വരുന്നത് മാത്രമേ കാണാറുള്ളൂ. അങ്ങോട്ട് പോകാൻ കാണാനില്ല. തിരക്കില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ പമ്പാ നദി എത്തി. പമ്പാ നദി എത്തിയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, അതെടുത്തിട്ട് വച്ചിട്ടാണ്. പക്ഷേ കുളി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും. ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം. അച്ഛൻ കുളിക്കാൻ പോകുന്നുണ്ട്. നല്ല തണുപ്പ് അത്ര.
നല്ല തെളിഞ്ഞിട്ട് കേട്ടോ. ഇതെല്ലാം വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും എന്ത് തെളിച്ച വെള്ളം. കുറച്ച് മുങ്ങാൻ പേടിച്ച് നിൽക്കുന്നുണ്ട്. അവന് വഴിക്ക് നിൽക്കുന്നുണ്ട്. ആ മുങ്ങ സ്വാമി അങ്ങോട്ട്. ആ അതാ എന്ത് മുങ്ങലാത്. കുളി കഴിഞ്ഞു, ഞങ്ങളങ്ങനെ ഇറങ്ങി. ഈ സ്പോട്ട് ബുക്കിംഗ് എടുക്കണം, അതെടുത്തിട്ട് നേരെ കയറി തന്നെയാണ്. ഓക്കെ ഞങ്ങള് മല കയറാൻ നിൽക്കുകയാണ്. മല കയറാൻ പോവാണ്. ജനവരിയുടെ നാളികേരടിച്ച് ഇങ്ങനെ പോകും. ബലി ഇടണതാണ്. ഇതുണ്ട് ബലി മണ്ഡപം ഇതുണ്ട്. അപ്പോൾ ബലി എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ബലി ഇടാം. കെട്ട് നിറക്കുന്ന ആൾക്കാർക്ക് വന്ന് കെട്ട് നിറയ്ക്കാം. കെട്ട് നിറയ്ക്കുന്ന അപ്പുറത്ത് ഭാഗത്തുണ്ട്. നല്ല ഇറങ്ങി വരുന്നുണ്ട് സ്വാമിമാർ. ഇതാണ് ശരിക്കത്തെ ആദ്യത്തെ പമ്പ വഴി കേട്ടോ. ഞങ്ങൾ വന്നത് ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ ഇപ്പോഴും നല്ല കുറേ കാലമായി. ഇതാണ് ഫസ്റ്റത്തെ വരി. ഈ വഴി കൂടെയാണ് ഫസ്റ്റ് ഇങ്ങനെ വരിക. നല്ല തിരക്കുണ്ട് ഈ വഴി കൂടെ. നല്ല വരുമ്പോൾ ഞങ്ങൾ ആ വഴി കൂടെ തിരക്കുണ്ടായിരുന്നില്ല. ഈ വഴി കൂടെ നല്ല തിരക്കുണ്ട്. കടകളുണ്ട്. സ്വാമി താവേരുണ്ട്. ഇതാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഉള്ളത്. നമ്മൾ ചെയ്തു, ബുക്കിംഗ് ചെയ്തു. വെച്ചത് കാണിച്ചു സ്പോട്ട് ബുക്കിംഗ് ചെയ്തതിൻ്റെ. ഇതാണ് സ്പോട്ട് ബുക്ക് ചെയ്തതിൻ്റെ ഇത് കേട്ടോ. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർ ഇവിടെ വന്നിട്ട് സ്പോട്ട് ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. എൻ്റെ കാർഡാണേ. പോവാ. ഇപ്പോൾ പമ്പ ഗണപതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ഇതാണ് ഗണപതി അമ്പലം കേട്ടോ. ഇവിടെ തേങ്ങ ഉടയ്ക്കണം. അവിടെ തേങ്ങ അടച്ചു. മെയിനായിട്ട് നേരം തേങ്ങ ഉടയ്ക്കണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണിക്കണം. ബുക്ക് ഇല്ലെങ്കിൽ ഇല്ലാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് തിരക്കില്ല. അപ്പോൾ ഇതില്ലാണ്ട് വരാൻ പറ്റില്ല. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ കയറി വന്നു. അപ്പം നമ്മൾ സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ആകെ മാറിയിരിക്കുക. ഇവിടെ ഫുള്ള് ഗ്രാനൈറ്റൊക്കെയാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ല. കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേ ശരണയ്യപ്പ. అది జాగ్రత్తగా గమనించండి అని తెలియబడమైనది. മല കയറാൻ തുടങ്ങി. നല്ല തിരക്കുണ്ട്. ഡോളി വേണവർക്ക് ഇത് കയറി പോവുക. സാവി സ്റ്റെപ്പ് തുടങ്ങി. നല്ല കുത്തനെ കയറ്റ. താഴെ എത്ര നോക്കിയാണ്. കയറ്റാണ്. കരുത്തോട് കയറ്റം. അന്ന് വന്നപ്പോൾ നീലിമല ടോപ്പ് എത്തിക്കഴിഞ്ഞു. എന്നിട്ടില്ല ഒരേ കയറ്റം തന്നെ. എവിടെ നിന്നിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. നല്ല കിതപ്പുണ്ട്. നീലിമല ടോപ്പ് ഏകദേശം കുറച്ച് കയറ്റം കഴിഞ്ഞ് കുറച്ച് പ്ലെയിനായ സ്ഥലമുണ്ട്.
കഴിഞ്ഞ് ഇനി അങ്ങോട്ടുണ്ട് ലോങ്. അങ്ങനെ തണ്ണിമത്തൻ ഓടിക്കാൻ പോകും. തണ്ണിമത്തൻ കഴിച്ചിട്ട് ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല കുരങ്ങന്മാരല്ലേ ഓടി കളിക്കുന്നു. കുരങ്ങന്മാർ തട്ടിപ്പറിക്കാൻ ചാൻസ് ഉണ്ട്. അതാ കയറുന്നുണ്ടോ? ഫുള്ള് ഗ്രാനൈറ്റ് കേട്ടോ, അറ്റം വരെ ഗ്രാനൈറ്റാണ്. പണ്ടൊന്നും ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു, ഫുള്ള് കല്ലും ഒരു കാലങ്ങനെ വേദനയ്ക്കും കയറുമ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കയറും കൊണ്ട് തന്നെ നന്നായിട്ടുണ്ട്. വിചാരിക്കണ പോലല്ല, നല്ല ടാസ്കാ. അപ്പോ വയ്യ, നല്ല കയറ്റാണ്. പക്ഷെ ഇരുന്നിരുന്ന് പോകണം കേട്ടോ. ഇരുന്നിരുന്ന് പോയാൽ നമുക്ക് അത്ര ഫീൽ അറിയില്ല. ഇതിപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങനെ നിൽക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. നിന്ന് പോവുക. ഇപ്പോൾ തണ്ണിമത്തനം കഴിച്ചു, അപ്പോൾ മാത്രമേ നിന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നടന്നു പോകും. അച്ഛനടച്ച ബാക്കിൽ വരുന്നുണ്ട്. അച്ഛൻ നിൽക്കാണ്ട് പോകണമെന്ന് വെച്ചിട്ടാണ്. നല്ല കയറ്റാണ്. കാണിച്ചാൽ കയറ്റം കേട്ടോ, നോക്കിക്കോ. വീട്ടിൽ അറിയുമ്പോൾ അങ്ങനെ അറിയുന്നില്ല. കയറ്റ ഏകദേശം നമ്മൾ അപ്പാച്ചിമേടെത്തി. ഇവിടെ ഇതിന് അപ്പാച്ചിമേട് ബോട്ടം. അമ്മോ, കയറ്റം നോക്കി നോക്ക്. അയ്യോ, അടുത്ത സെൻ്ററായി അപ്പാച്ചിമേടെത്തി. അപ്പാച്ചിമേടിൻ്റെ എന്താണെന്ന് അറിയാമല്ലോ. അപ്പാച്ചിമേട് ഉണ്ട വഴിപാടാണ് മെയിനായിട്ട്. ഇതുണ്ടോ, സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോവുക. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് വഴിപാട് സമർപ്പിച്ചു പോകാം. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ. അപ്പോൾ ഉണ്ട വഴിപാടിൽ 2 എടുത്ത് സൈഡ് തരണം, 2 വലത് സൈഡ് വയ്ക്കണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് എറിയാണ്. സ്വാമി ശരണയ്യപ്പ തരണം. ഏകദേശം 5:30 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ എല്ലാം കയറി ശരംകുത്തി എത്തി. ശരംകുത്തി ഇപ്പോൾ സമാധാനം. നമ്മൾ ഒരു 10 മിനിറ്റ് നടക്കുക, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്ര ക്ഷീണം അറിയില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് കയറി വെച്ചാൽ നല്ല ക്ഷീണം അറിയും. റെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ക്ഷീണം അങ്ങനെ അറിയില്ല. ഇതാണ് ഇത് വഴിപാട് ശരംകുത്തി വഴിപാട് നേരെ നാളികേരം ശരംകുത്തിയാണ്. അവർക്ക് അവിടെ ശരംകുത്ത അവിടെ കാണുന്നുണ്ട്. ഇത് നോക്കിയൊക്കെ ഒരു വെറൈറ്റി കിണ്ടി ആയിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. വെള്ളം വരും തോന്നുന്നു കേട്ടോ. ശരമില്ല, വെള്ളം ഇങ്ങനെ വരും. പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ജ്യൂസ്, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ തളരില്ല. കണ്ടോ, ഇങ്ങനെയുണ്ട്. മാങ്ങയുണ്ട്, തണ്ണിമത്തനുണ്ട്, ഇങ്ങനെ ഓരോന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ശരംകുത്തി കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. പന്തലൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പന്തലിരിക്കുക. പിന്നെ ചാർജിങ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള കണ്ടോ, അവിടെ ചാർജിങ് സ്പോട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ, ചാർജിങ് സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ. മൊബൈൽ ചാർജ് വെക്കുന്നവർ ചാർജ് വെക്കാം.
ഇതൊരു നല്ലൊരു ഇതന്നെ കേട്ടോ. കയറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഫുൾ നിരപ്പായ സ്ഥലം. ഇരുമുടിക്കെട്ട് വെച്ചിട്ട് വീടെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് കേട്ടോ. ഒന്നായത് ബാഗുണ്ട്, പിന്നെ തലയിൽ കെട്ടുള്ള വരെ കൊണ്ട് എടുക്കാൻ ഭയങ്കര കഷ്ടമാണ്. എന്നാലും മാക്സിമം എടുക്കാം. ഗ്രാനൈറ്റ് ഇട്ടിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. അതിന് സർക്കാരിന് ഒരു ബിഗ് സെൽറ്റ് കൊടുക്കാം. പണ്ടത്തെ വഴിയൊന്നും ഇങ്ങനെ അല്ല. അത് പണ്ടത്തെ പഴയ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് പമ്പെന്ന് മുതൽ തുടങ്ങിയിട്ട് ഫുൾ ഗ്രാനൈറ്റാണ്. എന്നാലും അത് നന്നായി. സന്നിധാനത്തും തൊഴുത്ത് കഴിഞ്ഞാൽ ഈ വഴി കൂടാണ് വരിക. ഇതിപ്പോൾ ഒരു പുതിയൊരു വഴിയാണ്, ശരംകുത്തി പോകുന്ന വഴിയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സെക്ഷനായിട്ടാണ് വിടുന്നത്. അത് ഓരോരോ സെക്ഷനായിട്ട് തിരുപ്പതിയിലൊക്കെ കണ്ടിട്ടില്ല, ഓരോ സെക്ഷനായിട്ട് വിടണം. അതേപോലെ ഇവിടെയാണ് ഏറ്റവും ലാസ്റ്റ് ഒന്നുണ്ടോ അവിടെ അങ്ങനെ ആകെ മാറിയിരിക്കണം. സ്ഥലങ്ങളൊക്കെ മാറി. സ്വാമിനെ കണ്ടു. അങ്ങനെ നമ്മൾ സന്നിധാനം എത്തി. തേങ്ങ ഉടയ്ക്കാൻ പോവുകയാണ്. ദർശനം കഴിഞ്ഞു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ പോലീസുകാരെ പിടിക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് ദർശനം കിട്ടും. അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല അല്ലേ, അവളുള്ളവരുണ്ട്. എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. 18-ാം വണ്ടിയിൽ എത്തി. ഇല്ലെങ്കിൽ എപ്പോഴും ഒക്കെ 2-3 മണിക്കൂർ ക്യൂ കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റുള്ളൂ. അവളുള്ളവരുണ്ട്. എനിക്ക് പെട്ടെന്ന് 18-ാം വണ്ടി കയറാനും പറ്റി, പോകാനും പറ്റി. അടുത്തുനിന്ന് ദൈവത്തിനെ കണ്ടു. അടുത്തുനിന്ന് കണ്ടു. ഫ്രണ്ടിലായിരുന്നു. എന്തായാലും അടിപൊളിയായി. കുട്ടി അയ്യപ്പൻ. ഓക്കെ, എങ്ങനെ വെച്ചാൽ ദർശനം സൂപ്പറായി കിട്ടിയില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടുന്നത്. അതെ, ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ 2-ാമത്തെ ലൈന് 3-ാമത്തെ ലൈന് 4-ാമത്തെ ലൈൻ കിട്ടും. ഇത് അവനുള്ള കാരണം കൊണ്ട് അടുത്തുനിന്ന് കിട്ടി. അതായത് ഫസ്റ്റ് ലൈൻ നിൽക്കില്ലേ, അടുത്തുനിന്ന് ഫ്രണ്ട് നേരെന്ന് കണ്ടു. സന്തോഷമായി. തിരക്കില്ല, ഇത്രയും തിരക്കിൽ ആദ്യമായിട്ടാണ്. അത് സന്തോഷമായി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റായിട്ട് അവൻ ഒന്നുകൂടി കാണാൻ പോകണം. താഴെ ഇറങ്ങിയിട്ട് ഓക്കെ. ഏകദേശം മാളികപ്പുറത്ത് അങ്ങനെ അച്ഛൻ നല്ല സന്തോഷമായി. നല്ല ദർശനം കിട്ടിയിട്ട് നല്ല സന്തോഷമായി അല്ലേ? നല്ല സന്തോഷമായി. സ്വാമി ശരണം വെടിപരിപാടികൾ, സ്വാമികളെ വെടിപരിപാടികൾ, ദേവസ്വം വെടിപരിപാടികൾ, ദേവസ്ഥാനം വെടിപരിപാടികൾ, വേട്ടാർത്തനെ വേട്ടൈ വഴിപാടിന് വഴിപാട് വെടി 1. പൂരുരുട്ടാതി നക്ഷത്രജാതരായ ചന്ദ്രൻ എന്ന അയ്യപ്പ ഭക്തന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും
കാർത്തിക നക്ഷത്ര ജാതനായ ബിപിൻ എന്ന അയ്യപ്പ ഭക്തന്റെ ആരോഗ്യ സൗഖ്യത്തിനും കാർത്തിക നക്ഷത്ര ജാതനായ ദിനേശ് എന്ന മണികണ്ഠന്റെ ദീർഘായുസിനും ആയില്യം നക്ഷത്ര ജാതയായ ചന്ദ്രിക എന്ന മാളികപ്പുറത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അവിട്ടം നക്ഷത്ര ജാതയായ മേഘ എന്ന മാളികപ്പുറത്തിന്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് ദീർഘായുസിന് മാളികപ്പുറത്തമ്മയുടെ തിരുസന്നതയിൽ വഴിപാട് പടി 5 കഴിച്ചു അല്ലേ? അത് കഴിഞ്ഞു. ഈ സാധനം ഇങ്ങനെ കിട്ടിയാലും കൊണ്ടേ സാധനം ഇങ്ങനെ വീഴില്ല. പക്ഷെ കഴുത്ത് നല്ല വേദനയുണ്ട്. കുഴപ്പമില്ല, എലിപ്പിനടിയല്ലേ. സെക്ഷനായിട്ട് വരുന്നത് പ്രശ്നമില്ല. അരവണ കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിരി എടുത്തു 120 രൂപ, 2 പേർക്ക് 120 രൂപ. ഇതാട്ടോ വിരി പറഞ്ഞാൽ അങ്ങനെ 3 ഞങ്ങൾ മേലെയാണ് കിട്ടിയത്. ഇങ്ങനത്തൊക്കെ തന്നെ ഇവിടെ കിട്ടുള്ളൂ. പിന്നെ റൂമുണ്ട്, റൂമൊക്കെ ഫുള്ളാണ്. ഇവരിങ്ങനത്തെ എടുത്തു. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല കിടക്കുന്ന നീളത്തിൽ വെച്ചാ. എങ്ങനെയുണ്ടായിരുന്നു ദർശനം? നന്നായി കണ്ടു, നല്ല ദർശനം കിട്ടി. നേരെ മുമ്പ് തൊഴുത് ഇതിന്റെ കൂട്ടുകാരനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പോഴും ക്യൂ നോക്കണ്ടാവോ? കുഴഞ്ഞുണ്ടാവും. ശനിയാഴ്ച നല്ല തിരക്കുണ്ട്. അപ്പം അതൊക്കെയാണ് റൂം. നമുക്ക് ഭക്ഷണം കഴിക്കാം അച്ഛാ. ഈ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നെയ്ത് അവിടെ ഇതുണ്ട്, നെയ്യ് പാത്രം മേടിക്കണം. നെയ്യ് പാത്രം മേടിച്ചു, അത് കാറിൽ വെച്ചോ എരുമയിൽ വെച്ചോ ഒരു ഡൗട്ട്. നെയ്യ് പാത്രം കൂടി മേടിക്കണം. ഓക്കെ, ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹെവി തിരക്കാണ് മോനെ. അരിക്ക് ഹോട്ടലുണ്ട്. അപ്പോൾ വട, മസാല ദോശ, കട്ടൻ ചായ, ചായ, അതാണ് ഇന്നത്തേത്. നല്ല തിരക്കാണ് ഹോട്ടലിൽ. സെൽഫ് സർവീസാണ്. വിശന്നിട്ട് വയ്യ, കഴിക്കട്ടെ. നെയ്യഭിഷേകത്തിന് പൊട്ടിച്ചിട്ട് നമ്മൾ നെയ്യെടുക്കുകയാണ്. ബാബുസ്വാമി ഒരേ പണിയിലാണ്. അയ്യപ്പനെ കണ്ടുള്ള സന്തോഷം അങ്ങനെയാണ്. സ്പൂണ് കയ്യിലെടുക്കാൻ പറ്റില്ല, അപ്പോൾ പൈസ കൊണ്ട് എടുക്കണം. സ്പൂണില്ല. കൂടി പൊട്ടിക്കാണ്ട്
ഇനിയിപ്പോൾ ഈ തേങ്ങ നമ്മളവിടെ തീ കത്തണില്ല, ഇതിലേക്ക് പോയിട്ട് എറിയണം. റൂമുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. സംഭവം ഞങ്ങൾ ലൂസ് വെച്ചിട്ട് നോക്കുമ്പോൾ സാധനം കട്ടണേ. കുറേ നേരം ഇങ്ങനെ മെല്ലെ 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 പൊടിച്ചിട്ട് നോക്കണോ, ഉള്ളിൽ ഫുള്ള് കട്ട. നോക്കിക്കോട്ടോ, അത് പൊടിക്കണേ ഉണ്ടോ? കറക്റ്റായി. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ്, അഭിഷേകം കഴിഞ്ഞു, നന്നായി തൊഴുതു. അപ്പോൾ നമ്മുടെ റൂം ബാക്കുള്ളതാണ്, കാണിച്ചുതരാം. ഇവിടെ റൂം കേട്ടോ, വിരി ഒരാൾക്ക് 60 രൂപ. നന്നായി കിടക്കാം, സൂപ്പറായിട്ട് കിടക്കാം. നല്ല മഴ, ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മളിനി മാളികപ്പുറത്തേക്ക് പോവുകയാണ്. മാളികപ്പുറത്ത് പോയിട്ട് കുറച്ച് തേങ്ങ ഉരുട്ടാനൊക്കെ ഉണ്ട്. ഉരുട്ടിയിട്ട് പിന്നെ തേങ്ങ ആ തീയിലേക്ക് എറിയണം. ഇതിൽ വന്നിട്ട് അരിയിട്ടു, വെടി വഴിപാട് കഴിച്ച സ്ഥലം. കുടുംബത്തിലെ ആളുകളുടെ എണ്ണം പറയണം. 5 വെടി. അരവണ്ണ പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ. അപ്പം പഠിക്കാനുള്ളത് അപ്പം അരണ മേടിച്ചു. അരണ ഇപ്പോൾ ബോക്സ് ആയിട്ടാണ്. ഒരു ബോക്സിൽ 10 എണ്ണം ഉണ്ടാവും. ഇതെന്തായാലും അടിപൊളിയായിട്ട്. നമ്മൾ ഇറങ്ങി സ്വാമി അയ്യപ്പ റോഡ് കൂടെയാണ് പോയി വരുന്നത്. നല്ല കിതപ്പ്. ഇവിടെ കുഴപ്പമില്ല, ഫുൾ ഫ്ലാറ്റാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡാണ്. കിതപ്പേ. ഇതാ റോഡ്. നമ്മൾ ഇന്നലെ വന്നത് മേലത്തെ വഴി കൂടെ, മേലെ വഴിയുണ്ട്, ശരംകുത്തി വഴി, ആ വഴി കൂടെ വന്ന്. സ്വാമി അയ്യപ്പ റോഡാണ്. നല്ല റോഡാണ്. ഇത് ഇറങ്ങണ റോഡാണ്. അപ്പം അങ്ങനെയാണ് ഇറങ്ങുക, ഈ വഴി ഇറങ്ങുക. നമ്മൾ ഇന്നലെ പോയത് ആ വഴി കൂടെയാണ്. ഈ വഴി കൂടെയാണ് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം നമ്മൾ താഴെ എത്തി കേട്ടോ. നമ്മളവിടെ കയറിപ്പോയ ഭാഗമാണ് അവിടെ. നമ്മൾ ഏറ്റവും താഴെ എത്തി, പമ്പ എത്തി. നമ്മൾ പമ്പ ഗണപതി അമ്പലം എത്തി. വരുന്നവർക്ക് കുറേ ഇവിടെ ഇളനീരുണ്ട് കേട്ടോ. ഇളനീര് കഴിക്കണമെങ്കിൽ ഇളനീര് കഴിക്കാം. നമ്മൾ പോണ വഴിക്കണ്ടോ, ആൾക്കാർ പോകണുണ്ടോ. നമ്മൾ പോയ വഴി ഇതാണ് പോയ വഴി. നല്ല ഇളനീരാട്ടോ.
ഇതാണ് വരുന്ന വഴി, പോണ വഴി അതേ. ഇളനീര് 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 ക്ഷീണിക്കുന്നവർക്ക് ഇളനീരെടുക്കാം, ഇളനീര് കഴിക്കുക. ഇന്നത്തെ തിരക്ക് കമ്മിയ പോലെ ഉണ്ട്, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഗണപതിയിലെത്തിയിട്ട് അച്ഛൻ്റെ ലാസ്റ്റത്തെ ഏറ് സ്വാമി. ആ അമർത്തേറിയച്ചാ. ആ ആ എന്നിട്ടും ഇങ്ങനെയായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കാറിലെത്തി. പൊരിഞ്ഞ മഴ, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുമ്പം. ഫുള്ള് മഴ കൊണ്ട് വന്ന് അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റി. അയ്യോ ഇയ്യ, അതെന്താ ദർശനം നന്നായി കണ്ടു, അത് മതി. അപ്പം എൻ്റെ മാക്സിമം എടുക്കാൻ പറ്റിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇരുമുടിക്കെട്ടും ബാഗൊക്കെ വരുന്ന വീഡിയോ നേരെ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ മാക്സിമം എനിക്ക് പറ്റുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. ആഗമനയ്ക്ക് പോയിട്ട് ആഗമനത്തിട്ട് എന്തായാലും വീഡിയോ കാണിക്കാം. ആഗമനത്തിന് മാല അയക്കുണ്ടാവും, മാല അയച്ചിട്ട് എന്തായാലും അവിടെ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അകമല എത്തി, മാലയൊക്കെ അഴിച്ച് അങ്ങനെ ഇനി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.